സുഖമാണോ? ആരോമലേട്ടയുടെ ഗ്രാജുവേഷൻ സെറമണി കാണണ്ടേ? ഷോർട്സ് വീഡിയോ എടുത്ത് നല്ല ഹാപ്പി ആയിട്ട് പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് പോകാന്നാണ് ഞാൻ ഓർത്തത്. പക്ഷെ ചെക്കൻ്റെ ഒരു അച്ചീവ്മെന്റ് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് ഇട്ടില്ലെങ്കിൽ എങ്ങനെയാ? അന്ന് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയില്ല. അപ്പോൾ ചിറ്റിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലോ, വേറെ ഷോപ്പിൽ നിന്ന് എടുക്കാന്നല്ലേ പറഞ്ഞേ. പക്ഷെ എനിക്ക് ആ സമയത്ത് ഷോപ്പിൽ കയറേണ്ടോണ്ട് തന്നെ ഞാൻ തിരിച്ച് ഷോപ്പിലേക്ക് പോയി. അതുകൊണ്ട് തന്നെ അവർ പോയി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യം ഈ കളർ കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഇതെന്നെ ചിറ്റി, പക്ഷേ അത് എടുത്ത് സ്റ്റൈൽ ചെയ്ത് വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിറ്റിയോട് പറഞ്ഞു, ചിറ്റിയെ നല്ല രസമുണ്ടെന്ന്. ഇവൻ ഈ 10 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന അവന്റെ ഫോട്ടോസും വീഡിയോസും എടുക്കാനാണ്. അങ്ങനെ അവനെ മുകളിലേക്ക് വിളിച്ച് എല്ലാവരും കയറി ഇരിക്കാൻ വേണ്ടി ഒരു ചെറിയ ബോക്സും ഒരു റോസോപ്പും ആണ് കൊടുത്തു വിടുന്നത്. അതെല്ലാം ഇവർ തന്നെ ഉണ്ടാക്കിയതാണ്. പിള്ളേരെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. ആരോമലിന്റെ മുഖത്തെ ആ സന്തോഷം കണ്ടില്ലേ? അവൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് നേടിയെടുത്താണ് ഇത്. പിന്നെ ആ ബോക്സിലുണ്ടല്ലോ 2 മുട്ടായും എന്തോ ഒരു കാർഡും ആയിരുന്നു. അതെല്ലാം ഇവർ ഉണ്ടാക്കിയത് കണ്ടോ. റോസാപ്പൂ എല്ലാ സ്റ്റുഡൻസും അവരുടെ പാരന്റ്സും എല്ലാം വന്നിരിപ്പുണ്ടായിരുന്നു. അവരെല്ലാം അത്രയും ഹാപ്പി ആയിരുന്നു. കഴിഞ്ഞ ടൈം അവരുടെ സീനിയേഴ്സിന് വേണ്ടി അവരാണ് ഇതൊക്കെ ചെയ്തു കൊടുത്തത്. അതേപോലെ തന്നെ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ചിറ്റി ഇത്രയും ഹാപ്പി ആയിട്ടും ഇത്രയും പ്രൗഡ് മൊമെന്റും ഞാൻ ഇരിക്കുന്ന കാണുന്നത്. അതേപോലെ ചിറ്റി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ പാരന്റ്സിനും ആ ഒരു ഫീല് തന്നെ ആയിരിക്കും. ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും തിരിച്ച് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ജോലിക്ക് കയറാന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അത്യാവശ്യം നല്ലോണം ലേറ്റ് ആയി പ്രോഗ്രാം തുടങ്ങാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ലേറ്റ് ആയി. പിന്നെ ഞാൻ ജോലിക്ക് പോയില്ല. അങ്ങനെ വന്നു തുടങ്ങിയിരുന്നു. അങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഇതിന്റെ സംഘാടകരോടുള്ള നന്ദി ഞാൻ അതിനെ അറിയിക്കുകയാണ്. അങ്ങനെ പി ജിക്ക് 3 റാങ്ക് ഉണ്ടായിരുന്നേ. 6th റാങ്ക് നന്ദുവിനായിരുന്നേ. അതേപോലെ തന്നെ 2 8th റാങ്ക് ഉണ്ടായിരുന്നു. ഒന്ന് നമിതയ്ക്കും ഒന്ന് ഷെബിനയ്ക്കും. നമിയുടെ വീഡിയോ ഞാൻ നല്ലോണം എടുത്താണ്. പക്ഷെ പിന്നെ നോക്കുമ്പോൾ അതൊന്നും കാണുന്നില്ല, എവിടെ പോയോ അത്. ഞാൻ ഇനി കുറെ പേർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുത്തായിരുന്നു. അപ്പൊ കൊടുത്തതിന്റെ പേര് ഞാൻ ഡിലീറ്റ് ആക്കിയോന്ന് എനിക്ക്. ആര്യ, പ്രീത, സ്വാലിക്, പോള്, ആദിത്യൻ, പിന്നെ എൻ്റെ ആരോമലേട്ടായി, അവർക്കെല്ലാം അവരുടെ അച്ചീവ്മെന്റ്സിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതൊന്നും എനിക്ക് കറക്റ്റായിട്ട് എടുത്ത് പറയാൻ അറിയത്തില്ല, കാരണം ഞാൻ അത് നേരെ ചൊവ്വേ കേട്ടില്ല. ഞാൻ അവിടെ ആരോമലിനെ എപ്പോൾ വിളിക്കും, അതേപോലെ എനിക്ക് പോകാൻ സമയമായല്ലോ, മാം ഇപ്പോൾ വിളിക്കൂല എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കുകയാണ്. ഞാനിങ്ങനെ ആരോമൽ എപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞ് നോക്കിയിരിക്കുകയാണ്. ഫൈനലി എൻ്റെ ആരോമലേട്ടായി വന്നു. അവനുള്ള സർട്ടിഫിക്കറ്റ് അവൻ ഈ MSW ഒക്കെ എടുത്തപ്പം എന്നോട് പലരും ചോദിച്ചായിരുന്നു. അതേപോലെ അവനോടും ചോദിച്ചിട്ടുണ്ടാവും, എന്തിനാ MSW ഒക്കെ എടുത്തിട്ട്, എന്തിനാ ഈ സോഷ്യൽ വർക്കൊക്കെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമോ നീ എന്നൊക്കെ. പക്ഷെ എനിക്കറിയാമായിരുന്നു. മാത്രമല്ല അവനെ അറിയുന്നവർക്കും അറിയാമായിരിക്കും. കാരണം അവൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അവൻ എന്ത് തിരക്കാണേലും മറ്റുള്ളവർ അവനോട് ചെന്ന് ഒരു ഹെൽപ്പ് ചോദിച്ചാൽ അവന്റെ തിരക്ക് അവിടെ ഒഴിവാക്കി വെച്ചിട്ട് അവൻ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ നോക്കും. അതേസമയം അവൻ അത്രയും തിരക്കിപ്പെട്ടായിരിക്കും ഇരിക്കുന്നത്. നന്ദു നമിയൊക്കെ അവർ നേടിയെടുത്ത അച്ചീവ്മെന്റിനെ കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെ അത്രയും കഷ്ടപ്പെട്ടാണ് ഇത്രയും നിലയിലെത്തി. ഇതാണ് നമി സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിക്കുന്ന വീഡിയോ ഞാൻ നല്ലോണം എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. കാരണം അവർക്ക് പിന്നീട് അത് നോക്കാനും അവളുടെ അമ്മ വന്നിട്ടില്ലായിരുന്നു. അപ്പൊ അമ്മയെ കൊണ്ട് കാണിക്കാനും അവളുടെ അച്ഛനും ആയിട്ട് നിന്ന് അവൾ ആ സർട്ടിഫിക്കറ്റ് എല്ലാം മേടിക്കുന്നത്. പക്ഷെ എന്താണെന്നറിയില്ല, എങ്ങനെ പറ്റിയെന്നറിയത്തില്ല. ആ വീഡിയോ എൻ്റെ അടുത്ത് കാണാനേ ഇല്ല. എന്നിട്ട് ഞാൻ അവളോട് കുറെ സോറി ഒക്കെ പറഞ്ഞോടി, എനിക്കത് നിനക്കെടുത്ത് അയക്കാൻ പറ്റിയില്ലല്ലോ എന്ന്. പക്ഷെ അവൾക്കത് കുഴപ്പമില്ല. പക്ഷെ ഞാനല്ലെങ്കിൽ വേറൊരാൾ അത് എടുത്തിട്ടുണ്ടാവും. അങ്ങനെ ആ ഒരു പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ഇതിന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയി. അതായത് ആ ഗ്രാജുവേഷൻ്റെ ഒരു ഡ്രസ്സ് ഉണ്ട്. ഇവരെല്ലാം നല്ല ഹാപ്പി ആയിരുന്നു. അതേപോലെ കോളേജിൽ ചെന്നിരുന്നപ്പം എനിക്ക് ഒന്നുകൂടെ പഠിക്കാനൊക്കെ തോന്നുക. അതേപോലെ കണ്ണനും പറഞ്ഞ് ഞാനും PG എടുക്കുകയാണ്. അവനിപ്പോൾ ഡിഗ്രി 3rd ഇയർ ആണ്. PG എടുക്കുക, എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് യെസ് യുവർ ഓണർ ആൾ അങ്ങനെയൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മറ്റേ ഡ്രാക്കുളെ പോലെയൊക്കെ നല്ല ക്യാപ്പല്ലേ പിള്ളേരെല്ലാം ഏകദേശം
ഏകദേശം റെഡിയായി ക്യൂവിൽ നിന്ന് ഇനി ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. And now, the most awaited moment, the graduation ceremony. Dear graduates, today... പിള്ളേരെല്ലാം അവിടെ ഇരുന്ന് ഇനി ഓരോരുത്തരായിട്ട് സ്റ്റേജിലേക്ക് വിളിക്കുവാണ് ചെയ്യുന്നത്. Community development and life skill training and micro-credential programs on community-based approaches. Beyond academics, he has taken on notable leadership roles, serving as wise-hearted and compassionate professional. Which helped her develop a strong foundation in child development, cultural understanding and professional outlook. She has also attended working training and micro-credential project in project planning and global appraisal. He also conducted workshops. His journey reflects both academic excellence and leadership spirit, preparing him for a promising future in the profession. And creativity. She has completed her semester fieldwork and internship with Diligence, gaining HSW courses, micro-credential programs and workshops. Beyond academics, she is also an author, talent and passion for expression. Her journey stands as an inspiring example of how professional learning can go hand in hand. She has completed her semester fieldwork in HW as well as the micro-credential programs and workshops. She has also attended national and international conference and has already qualified UGC. His eagerness to explore diverse areas. His leadership journey includes serving as treasurer of the Department Association as a coordinator for department activities. Leadership in retired property. Through her semester fieldwork internship was further strengthened with certifications from international audit. Alongside her academic progress, College Union Vice Chairperson, whose academic and professional journey reflects consistency and commitment. He has actively participated in semester fieldwork internship, developing strong foundation for both and community development. Certifications in the nature courses, international standards and training and micro-credential programs that enhance his professional growth. He has also participated in social programs and outreach programs. His dedication and efforts in sharing practical experience make him a promising professional ready to make a meaningful impact. ഈ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ആരോമൽ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോമൽ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു സഫിയായിക്ക് പാരൻസ് ഒക്കെ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന ടൈമിൽ അവൻ്റെ കണ്ണ് നിറഞ്ഞായിരുന്നെന്ന്. ഇവൻ അറിയത്തില്ല, ഇവൻ സർട്ടിഫിക്കറ്റ് മേടിക്കുന്ന ടൈമിൽ ഞാൻ അവിടെ കണ്ണ് നിറഞ്ഞ് നിൽക്കുവാന്ന്. കാരണം എനിക്കുണ്ടായ സന്തോഷം അതെനിക്കറിയത്തില്ല ഞാൻ എങ്ങനെ പറഞ്ഞറിയിക്കുന്നു. ഇവൻ എപ്പോഴും എനിക്ക് എൻ്റെ കുഞ്ഞ് ആരോമൽ ഇത്ര വലുതായെന്നും PG ഒക്കെ കഴിഞ്ഞ് ഇനി ജോലിക്ക് പോവുക, ഇനി ഇവിടെ ഇല്ല എന്നും എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല. നിങ്ങൾ എന്റെ വീഡിയോസ് കാണുന്നവരാണ്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാം. കാരണം എന്റെ കൂടെ എപ്പോഴും ഉള്ളത് ഇവനാ. ഇവൻ എന്റെ അടുത്ത് ഇനി മാറി നിൽക്കാൻ പോവാ, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഞാൻ ഇത്രയും അടുപ്പായി കുറച്ച് വർഷങ്ങൾ കൊണ്ടാണ്. കാരണം അതിന് എനിക്ക് വലിയ കാര്യം, പക്ഷെ ഞാനും ജോലിയും തിരക്കും പഠിത്തമൊക്കെ ആയിട്ട് മാറി മാറി നിൽക്കും. 2-3 വർഷമായിട്ട് നാട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എപ്പോൾ വിളിച്ചാലും ഓടി വരുന്ന ഒരാളെ ഈ ഒരുത്തനാണ് കേട്ടോ. 3, 2, 1, throw! അങ്ങനെ ആരോമലിന്റെ ഗ്രാജുവേഷൻ സെറമണി കഴിഞ്ഞു. എല്ലാവരും ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. സ്ക്രീനിൽ അവരുടെ 2 വർഷത്തെ മെമ്മറീസ് ആണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാം അത് കണ്ട് ഭയങ്കര അവരുടെ ആ ഒരു ഫീലിങ്സ് നമുക്കും കൂടി കിട്ടുന്നുണ്ടായിരുന്നേ. ആരാധകരോടൊപ്പം കാത്തിരിക്കുന്നവരുണ്ട്, അവർക്ക് സമർപ്പിക്കുന്നുണ്ട്. ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ജൂനിയേഴ്സിന്റെ കുറച്ച് ഡാൻസും സോങ്സും ഒക്കെ ആയിരുന്നു. പിന്നെ സാറിന്റെയും ടീച്ചർമാരുടെയും ഒക്കെ പരിപാടിയൊക്കെ. തിങ്കൾ നാളമായിടാ
ഒരു യുഗം ഞാൻ തപസ്സിരുന്നു കഴിഞ്ഞ കാലം ഒരു യുഗം അങ്ങനെ പരിപാടി കഴിഞ്ഞപ്പോൾ ഏകദേശം 2:30-3 മണിയായ. പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പാരന്റ്സുമായിട്ട് നിന്ന് ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും ഒക്കെ ആയിരുന്നേ. ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും ആരോമൽ അറിഞ്ഞിട്ടുണ്ടാകുക ഞാനും ആ സമയത്ത് കരഞ്ഞിട്ടുണ്ടായിരുന്നെന്ന്. എന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്ന്. അതേപോലെ ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടാണ് ഞാൻ അവന്റെ വീഡിയോ എടുത്തോണ്ടിരുന്നതും. ചിറ്റയുടെയും എൻ്റെ അമ്മയുടെയും ചിറ്റപ്പായുടെയും അതേപോലെ ഓരോ പാരന്റ്സിന്റെയും മുഖത്ത് ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റുമേ. ഇനി തിരിച്ചു കിട്ടാത്ത ദിവസങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. ഇനി ജോലി തിരക്കെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പല സ്ഥലത്തായിരിക്കും. പക്ഷെ ഈ ബന്ധങ്ങളൊന്നും കളയാതിരിക്കുക. എല്ലാവരും വല്ലപ്പോഴും കാണാൻ ശ്രമിക്കുക. നല്ലോണം തന്നെ മുന്നോട്ട് പോവുക.